വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീര വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പൊ വരൂ നമുക്ക് നോക്കാം ചീര കൊണ്ട് എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന്. ചീര പച്ചടിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 1/4 കിലോ ചീരയാണ് ഞാൻ എടുത്തത്. അതുപോലെ അര കട്ടോരി തേങ്ങ ചിരകിയത്, പിന്നെ ഒരു അര ടീസ്പൂൺ കടുക്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു കട്ടോരി പുളിയില്ലാത്ത തൈരുമാണ് എടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1.5 ഗ്ലാസോളം ഞാൻ വെള്ളം വേവിക്കാൻ എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ചീര വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും കടുകും ഇതിലേക്ക് ചേർക്കാം. വെള്ളത്തിന് പകരം ഞാൻ അരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പുളിയില്ലാത്ത തൈരാണ്. സ്മൂത്തായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീര കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ അരവ് ചീരയിലേക്ക് ചേർക്കാം. ചീര വേവിച്ചത് ചെറുതായിട്ടൊന്നും തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് അരവ് ചേർക്കാം. അരവ് ചേർത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് തൈര് കുറച്ചും കൂടി ചേർക്കാം. നിങ്ങൾക്ക് എത്ര ലൂസ് വേണ്ടത് എന്നനുസരിച്ചിട്ട് തൈര് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറവും ചേർത്ത് കൊടുക്കാം. വറവിന് വേണ്ടി ഞാൻ ചെറിയ പാൻ സ്റ്റൗവിന്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇതിലേക്ക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചീരപ്പച്ചടിയിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചീരപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.